ആകാശത്തും രക്ഷയില്ലാതാവുകയാണ് ഡൊണാൾഡ് ട്രംപിന്. അദ്ദേഹം സഞ്ചരിക്കേണ്ടിയിരുന്ന വിമാനത്തിനടുത്തേക്ക് ഡ്രോൺ എത്തിയതായിരിക്കുന്ന വിവരമാണ് ഇപ്പോൾ ലോകത്തെ ഞെട്ടിച്ചിരിക്കുന്നത്. ഏത് തരത്തിൽ എവിടെ നിന്നാണ് ഡ്രോൺ പ്രത്യക്ഷപ്പെട്ടത് എന്നതിനെക്കുറിച്ചുള്ള യാതൊരു വിവരവും ഇതുവരെ നിലവിൽ പുറത്തു വന്നിട്ടില്ല. സമഗ്രമായ രീതിയിലുള്ള അന്വേഷണം ആരംഭിച്ചിരിക്കുന്നു എന്നും എയർപോർട്ട് അടയ്ക്കുകയും നിരീക്ഷണത്തിന് വിധേയമാകുകയും പ്രത്യേകമായിരിക്കുന്ന സംഘം എയർപോർട്ട് വളയുകയും ചെയ്തിരിക്കുന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ട്രംപ് വിമാനത്തിൽ കയറാൻ ഒരുങ്ങുന്നതിൻ്റെ ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പാണ് ഒരു ഡ്രോൺ പ്രത്യക്ഷപ്പെട്ടത്. അത് വിമാനത്തിന് സമീപത്തേക്ക് എത്തിയിരിക്കുന്നു. ഫ്ലോറിഡയിലെ പാം ബീച്ച് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലാണ് ഈ സംഭവം നടക്കുന്നത്. ട്രംപ് ഏറെക്കുറെ ലക്ഷ്യത്തിലേക്ക് എത്തുന്നതിനോടനുബന്ധിച്ച് ഇത് പൈലറ്റാണ് പുറത്ത് അറിയിക്കുന്നത്. ഇങ്ങനൊരു സംഭവം നടക്കുന്നുണ്ട് എന്ന തരത്തിൽ പ്രസിഡന്റ് പുറപ്പെടുന്ന സമയത്ത് ഒരു ഡ്രോൺ വളരെ അടുത്തേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ള പൈലറ്റിൻ്റെ ഒരു വിവരണമാണ് ആകെ ആകാംക്ഷപ്പെടുത്തിയിരിക്കുന്നത്. പിന്നീട് ഈ ഡ്രോണ് എന്ത് പറ്റി എന്നുള്ളതോ ഏതു തരത്തിലേക്ക് തിരിച്ചുപോയി എന്നതിനെക്കുറിച്ചൊന്നും യാതൊരു വിവരം പുറത്തു വിട്ടിട്ടില്ല. അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം നടക്കുകയാണെന്ന് ശേഷം വിവരം തരാം എന്ന് പറഞ്ഞിട്ട് അമേരിക്കൻ അധികൃതർ ഒഴിഞ്ഞു മാറി. ഏതാനും സമയം കഴിഞ്ഞ സമയത്ത് അതായത് പ്രാദേശിക സമയം അമേരിക്കൻ സമയം 1:15 മറ്റൊരു വിമാനം, ഒരു സിവിലിയൻ വിമാനമാണ് അവർ റിപ്പോർട്ട് പറയുന്നത്, നിയന്ത്രണം ലംഘിച്ചുകൊണ്ട് ഈ മേഖലയിലൂടെ ചുറ്റിക്കറങ്ങുന്നതായിരിക്കുന്ന വിവരം അറിയുകയും അതോടൊപ്പം തന്നെ F-16 യുദ്ധവിമാനം ഇതിനെ തടയുകയും ചെയ്തു. രണ്ടും രണ്ടാണോ രണ്ടും ഒന്നാണോ എന്ന തരത്തിലുള്ള അന്വേഷണങ്ങൾ അതും ആരംഭിച്ചിരിക്കുകയാണ്. ഇനി ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് റിസോർട്ടിൽ, അതായത് അമേരിക്കൻ പ്രസിഡന്റ് താമസിക്കുന്ന റിസോർട്ട് കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു ആയുധധാരി പ്രത്യക്ഷപ്പെടുകയും ഏറെക്കുറെ അദ്ദേഹത്തിൻ്റെ ഡോറിനോട് ചേർന്നോ അല്ലെങ്കിൽ ഡോറിനോട് ചേർന്ന ഭാഗത്തേക്കോ എത്തിയിരുന്നു എന്നുള്ളതാണ്. ഈ പ്രതിയെ വെടിവെച്ച് കൊന്നു. ഇത് എവിടുത്തുകാരനാണ്, എന്താണ് ഉദ്ദേശ കാര്യങ്ങൾ എന്നതിനെക്കുറിച്ചുള്ള വിവരങ്ങളൊന്നും പിന്നീട് പുറത്ത് വിട്ടിട്ടില്ല. എന്താണ് എന്നുള്ളതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ അന്വേഷിക്കുന്നു എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്ത് വരുന്നത്. ഇപ്പോൾ യഥാർത്ഥത്തിൽ ഈ അടുത്ത കാലത്ത് മൂന്നാമത്തെ സംഭവമാണ് ഇപ്പോൾ നടക്കുന്നതെന്ന് ചുരുക്കം. ഇലക്ഷൻ സമയത്ത് അമേരിക്ക പ്രസിഡന്റ് നേരെ വെടിവെപ്പുണ്ടായിരുന്നു. വെടി കൊണ്ടത് തലക്ക് വെച്ച വെടി ചെവിക്ക് കൊണ്ടിട്ട് അത്ഭുതകരമായിട്ടായിരുന്നു ട്രംപ് രക്ഷപ്പെട്ടത്. പിന്നീട് പ്രസിഡന്റ് ആയ സമയത്ത് പുറത്തു വന്ന റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഈ 3 സംഭവം കാണുന്നുണ്ട്. അപ്പോൾ പുറത്ത് വരാത്ത സംഭവങ്ങൾ വേറെ ഉണ്ട് എന്നുകൂടി മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇപ്പോൾ യുദ്ധം മറ്റൊരു ദിശയിലേക്ക്, മറ്റൊരു രൂപത്തിലേക്ക് നീങ്ങുകയാണ്. കാര്യം എന്ന് പറയുന്നത് ഇസ്രായേലിൻ്റെ ഉന്നതരെയും അമേരിക്കയുടെ ഉന്നതരെയും ഇറാൻ ലക്ഷ്യം വെക്കുന്നുണ്ട് ഇതിൻ്റെ ഇടയിൽ എന്നുള്ള കാര്യം ഇതിൻ്റെ ഇടയിൽ തന്നെ ഇൻ്റലിജൻസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് വലിയ രീതിയിലുള്ള സുരക്ഷാ സംവിധാനങ്ങൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനും അതോടൊപ്പം തന്നെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനും വേണം എന്നാണ് അവർ പറഞ്ഞതിൻ്റെ ഉദ്ദേശം. എന്നാൽ നെതന്യാഹുവിനെ സംബന്ധിച്ചിടത്തോളം അയാൾ ഇപ്പോഴും പുറത്തല്ല, ബങ്കറിലാണ്. കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ വലിയ പ്രയാസമുള്ള കാര്യമാണ്. ചില റിപ്പോർട്ടിൻ്റെ അകത്ത് നിലവിൽ ഇസ്രായേൽ ഇല്ല, മറ്റേതോ രാജ്യത്താണ്, അവിടെ നിന്നാണ് നിർദ്ദേശങ്ങൾ നൽകുന്നത് എന്നും കാണാൻ വേണ്ടി സാധിക്കുന്നു. ഫ്ലോറിഡയിൽ നിന്നാണ് പറന്നു വരുന്നത് ഈ വിമാനം. അതൊരു കൃത്യമായിരിക്കുന്ന ലക്ഷ്യം കണ്ടുകൊണ്ട് പറക്കാനാണ് ഉദ്ദേശിച്ചത്. അതിനോടനുബന്ധിച്ചാണ് ഈ ഡ്രോണുകൾ കണ്ടത്. ഡ്രോണിന് ഏതെങ്കിലും തരത്തിൽ ഇറാനുമായിട്ടോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും രാജ്യങ്ങളുമായിട്ടോ ബന്ധമുണ്ടോ എന്നാണ് പരിശോധിക്കുന്നത്. അത് ഡ്രോൺ വെടിവെച്ച് ഇട്ടു എന്ന് പറയുന്നുണ്ട്, എന്നാൽ വെടിവെക്കാൻ സാധിച്ചിട്ടില്ല. അത് വന്നിടത്തേക്ക് തിരിച്ചു പോയി എന്ന് പറയുന്നത് രഹസ്യമായിരിക്കുന്ന നിരീക്ഷണത്തിന് വേണ്ടിയിട്ടോ അതല്ലെങ്കിൽ സ്ഫോടനം നടത്താൻ വേണ്ടിയിട്ടോ എന്ത് ഉദ്ദേശമാണ് ഇതുകൊണ്ടുണ്ടായത് എന്നതിനെക്കുറിച്ചുള്ള വിവരം അജ്ഞാതമാണ് എന്നുള്ളതാണ് അറിയാൻ വേണ്ടി സാധിക്കുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യ കാര്യങ്ങൾ നമ്മൾ വിലയിരുത്തുന്ന സമയത്ത് ഈ വധശ്രമവുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ ഇസ്രായേലിൻ്റെ ഒരു പ്രസ്താവന കൂടി വന്നിട്ടുണ്ട്. ഇസ്രായേൽ പ്രധാനമന്ത്രിയാണ് പറഞ്ഞത് ഈ ട്രംപിൻ്റെ സുരക്ഷ ഉറപ്പുവരുത്തണമെന്നും അതോടൊപ്പം തന്നെ ഏത് തരത്തിലുള്ള സൈനികരുടെ പോരായ്മകൾ, സുരക്ഷാ വീഴ്ചയാണ് സംഭവിച്ചത് എന്നുള്ളതിന് സമഗ്രമായ അന്വേഷണം നടത്തണമെന്നും ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി പറഞ്ഞു. യഥാർത്ഥത്തിൽ അമേരിക്കയിൽ നടക്കുന്ന സംഭവം, അമേരിക്കയുടെ പ്രസിഡന്റുമായിട്ട് ബന്ധപ്പെട്ട സംഭവത്തിന് എന്താണ് ഇത്ര വേവലാതി അല്ലെങ്കിൽ ആകാംക്ഷ ഇസ്രായേലിൽ നിന്ന് ചോദിച്ചാൽ അമേരിക്ക ഉണ്ടെങ്കിലേ ഇസ്രായേൽ ഉള്ളൂ. ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം അമേരിക്കയുടെ നെഞ്ചത്തേക്ക് ചാരി വെച്ചതാണ്. അവരെങ്ങാനും ഇങ്ങോട്ട് മാറി നിന്നാൽ ഉറപ്പായിട്ടും ഇസ്രായേൽ വീഴും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതാണ് അതിൻ്റെ പ്രധാനമായിരിക്കുന്ന വിഷയം എന്ന് തന്നെ വിലയിരുത്താൻ വേണ്ടി സാധിക്കുന്നതാണ്. അപ്പോൾ ഇറാൻ്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ പുതിയൊരു റിപ്പോർട്ട് പുറത്തു വരുന്നു. ആ റിപ്പോർട്ട് പറയുന്ന കാര്യം ഇങ്ങനെയാണ്: ആത്മബലി ആരംഭിച്ചിരിക്കുന്നു ഇറാൻ. അഥവാ അമേരിക്കയുടെ സൈനികർ കരമാർഗം യുദ്ധത്തിന് പുറപ്പെടുകയും തയ്യാറെടുക്കുകയും ഈ മേഖല കേന്ദ്രീകരിച്ചു കൊണ്ട് വരികയും ചെയ്യുന്നതോടുകൂടി
ഇറാനിലെ ലക്ഷക്കണക്കിന് യുവാക്കൾ സൈനിക പരേഡിൽ സൈനികരാവാൻ താല്പര്യം കാണിക്കുകയും ഇസ്രായേലിൻ്റെയും അതേപോലെ തന്നെ അമേരിക്കയുടെയും കൂട്ടുകെട്ട് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് തങ്ങൾ യുദ്ധത്തിലേക്ക് തങ്ങളെ കൂടി അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മുന്നേറുകയും ചെയ്തിരിക്കുന്നു. അഥവാ അമേരിക്കയുടെ സൈന്യം കയറാൻ പോകുന്ന സമയത്ത് തീർച്ചയായിട്ടും അതിന് സപ്പോർട്ടായിട്ട് ഇസ്രായേൽ ഉണ്ടാവും. ഇത് രണ്ടും ഇറാനെ സംബന്ധിച്ചിടത്തോളം ബദ്ധവൈരികളാണ്, തുല്യ ശത്രുക്കളാണ്. അവരില്ലാതാക്കാൻ വേണ്ടി സൈനികർക്ക് കിട്ടുന്ന സുവർണാവസരങ്ങൾ തങ്ങൾക്കും വേണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ആത്മബലി എന്ന് പറയുന്ന ഒരു സംവിധാനം തന്നെ ആരംഭിച്ചിരിക്കുന്നത്. അതിലേക്ക് ഇഷ്ടംപോലെ യുവാക്കൾ ഇപ്പോൾ രംഗപ്രവേശം ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. യുദ്ധത്തിൽ പങ്കാളിത്തമാവാൻ വേണ്ടി ഞങ്ങൾക്ക് അനുവാദം നൽകണം എന്നുള്ളതാണ് ഇറാനികൾ ആവശ്യപ്പെട്ടിരിക്കുന്ന പ്രധാനമായിരിക്കുന്ന കാര്യം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു. എന്നാൽ ഇസ്രായേലിൻ്റെ സൈനികരോ സൈനിക ജോലിയിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടി അപേക്ഷ കൊടുക്കുന്നവർ 20% നിന്ന് 35% ഉയർന്നിരിക്കുന്നു എന്നുള്ളതും അമേരിക്കയുടെ സൈനികർ തത്തുല്യമായ രീതിയിൽ തന്നെയാണ് പരാതിയുമായിട്ട് വരുന്നത്. അതുകൊണ്ടാണ് ഈ മെഡിറ്ററേനിയൻ കടലിൽ നങ്കൂരം ഇട്ടിരിക്കുന്ന കപ്പലിലുള്ള സൈനികർ അപ്പാടെ തന്നെ തങ്ങൾ ഈ ജോലി രാജിവെക്കുകയാണ് എന്ന് പറഞ്ഞിരിക്കുന്ന തരത്തിലുള്ള വിവരങ്ങൾ പുറത്തു വന്നു. ഈ തരത്തിലാണ് ഇപ്പോഴത്തെ അവസ്ഥാകാര്യങ്ങൾ പോകുന്നത്. അതായത് ഒരു മാനസിക യുദ്ധത്തിന് ഇറാൻ തയ്യാറാകുന്ന സമയത്ത് ശാരീരിക യുദ്ധത്തിന് പോലും തയ്യാറില്ലാത്ത ഒരു ശത്രു വിഭാഗമാണ് ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും സൈനികർ എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അതോടൊപ്പം തന്നെ പല രാജ്യങ്ങളോടും അമേരിക്ക സഹായം അഭ്യർത്ഥിച്ചിട്ടുണ്ട്. തങ്ങളെ സഹായിക്കണമെന്നും സഹായിച്ചിട്ട് ഈ ഇറാൻ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് തങ്ങൾക്കൊപ്പം നിൽക്കണം എന്നുമാണ് പറഞ്ഞത്. ബ്രിട്ടനും സ്പെയിനും ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പ്രതികരിച്ചിട്ടുണ്ട്. യാതൊരു കാരണവശാലും ഇറാനെതിരെ യുദ്ധത്തിൽ തങ്ങളുടെ എയർപോർട്ടോ അല്ലെങ്കിൽ സീപോർട്ടോ ബന്ധപ്പെട്ട മേഖലയോ ഉപയോഗിക്കാൻ തങ്ങൾ അനുവദിക്കുകയില്ല. ഏതൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് തങ്ങളുടെ ആകാശം പോലും ഉപയോഗിക്കാൻ പറ്റില്ലെന്നാണ് സ്പെയിൻ പറഞ്ഞത്. യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ഇറാനെതിരെ ഏതെങ്കിലും നീക്കുപോക്ക് നടത്താൻ വേണ്ടിയിട്ട് തങ്ങളുടെ ആകാശം ഉപയോഗിക്കാമെന്ന് നിങ്ങൾ കരുതേണ്ട കാര്യമില്ല. ഞങ്ങൾ യുദ്ധത്തിൽ കക്ഷികളല്ല, ഈ യുദ്ധത്തിൽ ഞങ്ങൾ താല്പര്യമല്ല. ഈ യുദ്ധം എന്തിനാണ് എന്ന ചോദ്യത്തിന് പോലും കൃത്യമായ രീതിയിൽ മറുപടി അമേരിക്ക നൽകിയിട്ടില്ല. അങ്ങനെ ഇരിക്കുന്നൊരു സമയത്ത് എന്തിനാണ് ഏത് തരത്തിലാണ് നിങ്ങളെ സഹായിക്കാൻ വേണ്ടി പറ്റുക? ഇപ്പോൾ നാറ്റോ സഖ്യവുമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്ക പറഞ്ഞു വലിയ രീതിയിലുള്ള സഹായ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്തു വരുന്നുണ്ട്, ഇനി ഞങ്ങളത് ചെയ്തു തരില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. സഹായം ചെയ്താലും ഇല്ലെങ്കിലും അന്യായമായിരിക്കുന്ന ഒരു യുദ്ധത്തിന് കൂട്ടു നിൽക്കാൻ വേണ്ടി സാധിക്കുകയില്ല എന്നുള്ള നാറ്റോ സഖ്യം കൃത്യമായ രീതി പറഞ്ഞത്. അവരുടെ കടലെടുക്കുമായിട്ട് ഇറാൻ്റെ കടലെടുക്കുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് പൂർണ്ണമായിരിക്കുന്ന മോചനം നൽകാൻ വേണ്ടിയിട്ട് നാറ്റോയുടെ കപ്പലുകൾ തങ്ങളുടെ സൈന്യത്തോടൊപ്പം ചേർന്നുകൊണ്ട് യുദ്ധം നയിക്കണം, തങ്ങൾക്കൊപ്പം നിൽക്കണം എന്നാണ് പറഞ്ഞത്. അതായത് ഇറാൻ ആക്രമിക്കാൻ വേണ്ടി സഹകരിക്കണം എന്നുള്ളതാണ് ഉദ്ദേശം. എന്നാൽ ഒരു തരത്തിലും തങ്ങൾ അനുവദിക്കുകയില്ല എന്ന് പറഞ്ഞു. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രസ്താവന കൂടി പുറത്തു വരികയാണ്. കുർദിഷ് വിഭാഗങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് ഇറാനെതിരെ തിരിച്ചുവിടാനുള്ള ഒരു ശ്രമം ഇസ്രായേൽ ആരംഭിച്ചിട്ടുണ്ട്. കുർദിഷ് എന്ന് പറയുന്ന സമയത്ത് അത് തുർക്കിയിലാണ് ഏറ്റവും കൂടുതലുള്ളത്. അതേപോലെ തന്നെ ഇറാഖിലുണ്ട്, കുറഞ്ഞ ഭാഗം ഇറാനിലുമുണ്ട്. സ്വതന്ത്ര രാഷ്ട്രത്തിന് വേണ്ടി മുറവിളി കൂട്ടുന്ന ഒരു വിഭാഗമായിട്ടാണ് കുർദിഷ് വിഭാഗത്തെ അറിയപ്പെടുന്നത്. അപ്പോൾ അവരെ ഇളക്കി വിടുന്ന സമയത്ത് തുർക്കി ഒരു മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു. അത്തരമൊരു സാഹചര്യങ്ങൾ ഉണ്ടാവുകയും ആഭ്യന്തരപരമായിരിക്കുന്ന വിഷയങ്ങളിൽ തങ്ങളുടെ രാജ്യത്തുള്ള ആഭ്യന്തരമായ വിഷയത്തിൽ ഇടപെടുന്ന ഒരു സ്ഥിതി ഇസ്രായേൽ നടത്തുകയും ചെയ്താൽ തീർച്ചയായിട്ടും തങ്ങൾ ഇറാനോടൊപ്പം ചേരും എന്നുള്ളതാണ്. ഇറാനോടൊപ്പം ചേരുന്ന സമയത്ത് ഈ യുദ്ധത്തിൻ്റെ രീതികൾക്ക് പാറ്റേൺ അപ്പാടെ തന്നെ മാറും. അതൊരു നാറ്റോ സഖ്യത്തിൻ്റെ ഭാഗമാണ് എന്നതിനാൽ തന്നെ തുർക്കി ഇസ്രായേലിനെതിരെ ആക്രമണം നടത്തുന്ന ഒരു സാഹചര്യങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ നാറ്റോ സഖ്യം പ്രതിസന്ധിയിലാവും. ഒന്നുകിൽ എന്ത് ചെയ്യേണ്ടി വരും? തുർക്കിയുടെ ഒപ്പം കൂട്ടേണ്ടി വരും. എന്താണ് ഈ നാറ്റോ സഖ്യത്തിൻ്റെ പ്രധാനമായിരിക്കുന്ന കരാർ എന്ന് പറഞ്ഞാൽ, ഏതെങ്കിലും ഒരു രാജ്യം നാറ്റോ സഖ്യത്തിൽപ്പെട്ട 32 രാജ്യങ്ങളുണ്ട്. അതിൽപ്പെട്ട ഏതെങ്കിലും രാജ്യത്തെ ഏതെങ്കിലും കാലത്ത് ആക്രമിക്കപ്പെട്ടാൽ സ്വന്തം രാജ്യത്തെ ആക്രമിക്കുന്നതായി കണക്കാക്കി സംയുക്തമായ രീതിയിൽ ചേർന്നുകൊണ്ട് തിരിച്ചടിക്കണം എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ഇസ്രായേൽ തുർക്കിയെ ആക്രമിക്കുന്ന സമയത്ത് ഈ യുദ്ധം ഒരു ലോക യുദ്ധത്തിലേക്ക് നീങ്ങാൻ സാധ്യതയുണ്ട്. അങ്ങനെ നാറ്റോ സഖ്യം സംയുക്തമായിട്ട് തീരുമാനമെടുത്തിട്ടില്ലെങ്കിൽ നാറ്റോ സഖ്യം അവിടെ പിളരാനും സാധ്യതയുണ്ട്. രണ്ട് പക്ഷമായിട്ട് അത് ഓട്ടോമാറ്റിക്കായിട്ട് മാറും. ഈ ഒരു വലിയ സ്ഥിതിയിലേക്കും വലിയൊരു അവസ്ഥയിലേക്കും കാര്യങ്ങൾ പോകുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ സുരക്ഷാ സംബന്ധമായിരിക്കുന്ന കാര്യം ഇപ്പോൾ ഇസ്രായേൽ പ്രധാനമന്ത്രി നമ്മൾ പറഞ്ഞു ഒന്നുകിൽ ബങ്കറിലാണ് അല്ലെങ്കിൽ രാജ്യം വിട്ടുപോയിട്ടുണ്ട്. അമേരിക്കയുടെ പ്രസിഡന്റ് പോലും മറ്റു ലോക രാജ്യങ്ങൾ സന്ദർശനം നടത്തുന്നത് താൽക്കാലികമായിട്ട് നിർത്തിവെച്ചിരിക്കുന്നു. വലിയ സുരക്ഷാ സംവിധാനത്തോടു കൂടിയാണ് ഇപ്പോഴത്തെ നിലവിലെ അവസ്ഥ. കാര്യം എന്ന് പറഞ്ഞാൽ വധശ്രമത്തിൽ നിന്ന് ഇലക്ഷൻ സമയത്ത് 2 പ്രാവശ്യം രക്ഷപ്പെട്ടു. ഇപ്പം നിലവിൽ 3ാമത്തെ പ്രാവശ്യമാണ് ഈ സംഭവങ്ങൾ നടക്കുന്നത്. അപ്പോൾ എന്താണ് ഇതിൻ്റെ ഉദ്ദേശ കാര്യങ്ങൾ? മറ്റൊരു രീതിയിൽ കൂടി ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഇറാൻ എന്ന് പറയുന്ന രാജ്യം ഏറെക്കുറെ അമേരിക്കയുമായിട്ട് ബന്ധപ്പെട്ട് ന്യൂയോർക്കുമായിട്ട് ബന്ധപ്പെട്ടോ കണക്ക് കൂട്ടുന്ന സമയത്ത് 11,000 മുതൽ 12,000 കിലോമീറ്റർ ദൂരപരിധിയുള്ളതാണ്.
അവിടെ നിന്നൊരു ഡ്രോണ് അമേരിക്കയുടെ അതിർത്തി കടന്ന് വരാൻ സാധ്യത വളരെ കുറവാണ്. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഇറാനെ സംബന്ധിച്ചിടത്തോളം അത് കരുതിയിരിക്കേണ്ടതാണ്. അത് ഒരു അപകട സൂചനയും ഒരു മുന്നറിയിപ്പുമാണ്. വലിയ നാശങ്ങൾ അമേരിക്കയുടെ അകത്ത് ഒരുപക്ഷെ ഭാവിയിൽ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് എന്നുകൂടി ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു.